നിനക്കെന്താടി മെൻസ്ട്രേഷൻ ടൈമാണോ? അപ്പുറത്തെ മതിലിന്റെ മറവിൽ നിന്നും തൊടിയിലെ ചെടികൾക്ക് വെള്ളം നനയ്ക്കുകയായിരുന്ന ജാൻവിയോട് സച്ചിൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവൾ ഞെട്ടിപ്പോയി. ഹെടിയോ ഡാ, നിന്നെ ഞാനുണ്ടല്ലോ, അവൾ ദേഷ്യപ്പെട്ട് പറഞ്ഞുപോയി. അല്ലെങ്കിൽ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ക്ഷേത്രത്തിൽ പോകുന്ന തന്നെ അവിടെ ഒരാഴ്ചയായി കാണാതിരുന്നാൽ അതാദ്യം മനസ്സിലാക്കുക ഈ സച്ചിനായിരിക്കും. തൻ്റെ തൊട്ടയൽപ്പക്കക്കാരനിവൻ എന്ത് ഭാവിച്ചാണ് എന്നറിയില്ല. അവനാണെങ്കിൽ തന്നോട് കൊണ്ടുപിടിച്ച പ്രണയമത്രേ. അവന് വെറും 18 വയസ്സ്. താൻ അവനേക്കാൾ 7 വയസ്സിന് മൂത്ത പെണ്ണാണ്. എത്ര വട്ടം ഉപദേശിച്ചു, എത്ര വട്ടം പിണങ്ങി മിണ്ടാതിരുന്നു. അതൊന്നും അവൻ കാര്യമാക്കുന്നതേയില്ല. എൻ്റെ ജാൻവി ചേച്ചി നാവ് കൊണ്ട് മിണ്ടാതിരുന്നാലും ആ മനസ്സും പിന്നെ 2 കണ്ണുകളും നിരന്തരം വാചാലമാകുന്നത് ഞാൻ കാണുന്നില്ലെന്നാണോ ഈ പറയുന്നത്? ഞാൻ കാണുന്നു. ആ മനസ്സിനകത്ത് മുഴുവനും ഞാനാണ്, ഞാൻ മാത്രം എന്നൊക്കെ ജാൻവിയുടെ കൂട്ടുകാരികളുടെ അടുത്തും അവൻ്റെ കൂട്ടുകാരുടെ അടുത്തും പാടി പറഞ്ഞു നടക്കുന്ന അവൻ്റെ അസ്ഥിക്ക് പിടിച്ച പ്രണയം കണ്ടില്ലെന്ന് നടിക്കാനും ജാൻവിക്കാവുന്നില്ല. എങ്കിലും ജാൻവിക്ക് പഴയതൊന്നും അങ്ങനെ എളുപ്പം മറക്കാനാവില്ല. തനിക്ക് അവൻ അനിയനെ പോലെയാണ്. താൻ എടുത്തു നടന്ന പയ്യനാണവൻ. കുഞ്ഞിലെ എപ്പോഴും തൻ്റെ ഒക്കത്ത് തന്നെ ഇരിക്കും അവൻ. സ്കൂൾ വിട്ട് വന്നാൽ ഒറ്റ ഓട്ടമാണ് അവൻ്റെ വീട്ടിലേക്ക്. ഒക്കത്തിരിക്കെ എന്തോരം പ്രാവശ്യം 7 വയസ്സുകാരിയുടെ സ്കൂൾ യൂണിഫോമിൽ മൂത്രം ഒഴിച്ചിരിക്കുന്നു. വളർന്നു വരികെ ഒരു ചേച്ചിയുടെ വാത്സല്യം മുഴുവനും അവന് പകർന്നു നൽകി. അപ്പോഴൊക്കെ താൻ അവന് ചേച്ചിയായിരുന്നു. അങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത്. പിന്നീട് എപ്പോഴോ ചേച്ചിയുടെ ഇടയിൽ ഒരു പെണ്ണെ എന്ന പ്രയോഗം കടന്നു വന്നു. അവൻ 10ൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. അല്ല, അതിനും മുൻപാണ്. ഡാ ചെക്ക സച്ചിനെ, നീ അറിയാതെ തൊട്ടതല്ലേ എൻ്റെ നെഞ്ചത്ത്? അതെ ചേച്ചി പെണ്ണെ. അറിയാതെ ആണെങ്കിൽ ക്ഷമിച്ചു, അല്ലാച്ചാൽ മേലിൽ എന്നോട് കൂട്ടുകൂടാൻ വന്നേക്കരുത്. കുഞ്ഞുനാളിലെ അവന് ഇഷ്ടമാണ് ജാൻവിക്കെന്ന് പറഞ്ഞുവല്ലോ. അനിയനോ ഏട്ടനോ ഇല്ലാത്ത ജാൻവിക്ക് സഹോദരനും കളിക്കൂട്ടുകാരനുമായി അവനെ ഉണ്ടായിരുന്നുള്ളൂ. UP സ്കൂളിനടുത്തുള്ള സുമ ചേച്ചിയുടെ ഫാൻസി കടയിൽ നിന്ന് ഒരു മുത്തുമാല വാങ്ങി ജാൻവി കഴുത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭംഗി കണ്ട് അയൽപ്പക്കക്കാരനും അവളുടെ വീട്ടിലെ നിത്യസന്ദർശകനുമായ സച്ചിൻ തൊട്ടു നോക്കി ഭംഗി ആസ്വദിച്ച് തിരികെ കൈവിടുമ്പോൾ അവൻ എന്തോ കുസൃതി അവിടെ വിരലുകൾ ഒപ്പിച്ചതായി അവളിലെ സ്ത്രീക്ക് തോന്നി. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അന്ന് ജാൻവി ഡിഗ്രി ഫസ്റ്റ് ഇയർക്കാരിയും സച്ചിൻ 8ലും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ സച്ചിന് ഇതിലും ചെറുതായിരിക്കുമ്പോൾ UP സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്കാലത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ജാൻവി സ്കൂൾ വിട്ടു വന്നാൽ സുമ ചേച്ചിയുടെ കടയിൽ പുതിയതായി മാറി മാറി വരുന്ന ഫാൻസി ഐറ്റം നോക്കാൻ പോകുക ഒരു പതിവാണ്. ചേച്ചിയുടെ കടയിൽ ഇടയ്ക്കിടെ പോകാൻ പൊട്ടും ചാന്തും ചിലപ്പോൾ നാപ്കിനും തീർന്നെന്ന പല പല കാരണങ്ങൾ പറയാനുണ്ടാവും അവൾക്ക് അമ്മയോട്. സച്ചിൻ്റെ വീട് കടന്ന് പോകാനുള്ളത് കൊണ്ട് തന്നെ അവളുടെ തലയനക്കം കണ്ടാൽ അവനും പിന്നാലെ കൂടും. അതുകൊണ്ട് പാത്തും പതുങ്ങിയുമാണ് ആ വഴി അവൾ കടന്നു പോവുക. വാങ്ങിയതൊക്കെ തൊട്ടു മണത്ത് നോക്കിയാലേ അവന് സമാധാനമാകൂ. കൂടാതെ കുറേ കൊനഷ്ട പിടിച്ച ചോദ്യങ്ങൾ ഓരോന്നിനെക്കുറിച്ചും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നാപ്കിൻ വാങ്ങാൻ പോകുമ്പോൾ അവൻ്റെ സാന്നിധ്യം പരമാവധി ഒഴിവാക്കിയിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, എന്താ ചോദിക്കുകയെന്ന് ചിന്തിക്കാൻ പോലും വയ്യ. സച്ചിൻ ആരാമോൻ. ഒരു നാൾ ജാൻവി സാധനങ്ങൾ വാങ്ങി വരവേ അവൻ്റെ മുന്നിൽപ്പെട്ടു. അന്ന് സഞ്ചി കാണാൻ സമ്മതിച്ചില്ല. എങ്കിലും സഞ്ചിക്ക് പുറത്തു നിന്നും അവൻ അതിലെന്താണെന്ന് മനസ്സിലാക്കി. തന്ത്രത്തിൽ അവൻ്റെ ചോദ്യങ്ങൾ അവഗണിച്ചു പോകവേ അവൻ വിളിച്ചു പറഞ്ഞു, എനിക്കറിയാം അതിനകത്ത് എന്താന്ന്. എന്താടാ അതിനകത്ത്? അവൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ചു പോയി. അത് അതിലേറെ അബദ്ധമായി. അയ്യേ, എന്തൊരു വൃത്തികെട്ട വാക്കുകൾ കൊണ്ടാണ് അവൻ അതെന്താണെന്ന് പറയുന്നത്. അവൻ്റെ വിശദീകരണം മുഴുവനും കേൾക്കാൻ നിൽക്കാതെ ചെവി പൊത്തിപ്പിടിച്ച് വീട്ടിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു. ലജ്ജയില്ലാത്തവൻ. മുട്ടയിൽ നിന്നും വിരിഞ്ഞിട്ടില്ല. അപ്പോഴേ വേണ്ടാദിനങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നു. എന്താ ചേച്ചി പെണ്ണെ മിണ്ടാതെ? മതിലിനു മുകളിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന അവൻ കാതൂരമായി അവളോട് ചോദിച്ചപ്പോൾ അവൾ ചിന്തയിൽ നിന്നുണർന്നു. അവൾക്ക് നന്നായി ദേഷ്യം വന്നു. ദേ സച്ചിൻ, ഒന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് കയ്യിലെ പൈപ്പ് താഴെ വലിച്ചെറിഞ്ഞ് ജാൻവി അമർത്തി ചവിട്ടി ഇന്റർലോക്കിലൂടെ നടന്ന വീടിനകത്തേക്ക് കയറി കതകടച്ചു. ഈ കണ്ടകശനി പിടിച്ച ചെക്കൻ തന്നെ കൊണ്ടേ പോകൂ. അവൾ പിറുപിറുത്തു. ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുമോ? PG ക്ലാസ്സിലെ തൻ്റെ അടുത്ത 1-2 സുഹൃത്തുക്കളെ ഈ കാര്യങ്ങൾ മുഴുവൻ വള്ളിപ്പുള്ളി തെറ്റാതെ പറഞ്ഞു മനസ്സിലാക്കി അവൾ പ്രത്യാശയോട് ചോദിച്ചു. 2 പൊട്ടിക്കിടി അവൻ്റെ ചെള്ളക്കിട്ട്. അവൻ്റെ നട്ടപ്രാന്ത് കൊണ്ട് അവൻ പൊയ്ക്കോളും. കൂട്ടുകാർ അങ്ങനെ പറഞ്ഞ് കൈയൊഴിഞ്ഞു. അതുതന്നെയായിരുന്നു അവളുടെ പ്ലാനും. വെറുപ്പിച്ചാണെങ്കിലും അകറ്റി നിർത്തണം.
ഒരു ദിവസം കോളേജ് വിട്ട് വീട്ടിലേക്ക് നടന്നു വരവേ സൈക്കിളും കൊണ്ട് സച്ചിനും അതുവഴി കൂടെയുണ്ടായിരുന്നു. പ്രേമകാര്യം ഒഴിച്ച് വേറെ എന്തു പറഞ്ഞാലും ജാൻവി വളരെ സന്തോഷത്തോടെ അവനോട് പ്രതികരിക്കുമായിരുന്നു. അങ്ങനെ നാട്ടിലെ പല കാര്യങ്ങളും സംസാരിച്ചു വരവേ സച്ചിൻ വീണ്ടും അവൻ്റെ പ്രണയം എടുത്തിട്ടു. കേട്ടപ്പോൾ ജാൻവി നെർവസായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കൂട്ടുകാർ പറഞ്ഞ നടപടിയിലേക്ക് കടക്കുക തന്നെ. എങ്ങനെയാണ് താൻ ഓമനിക്കുകയും ലാളിക്കുകയും ചെയ്ത കൊച്ചിനെ തല്ലുക? തൻ്റെ ജീവിതത്തിൽ നിന്നും ഈ വക ചിന്തയുമായി അവൻ പിന്തിരിഞ്ഞു പോയേ പറ്റൂ. ഇതല്ലാതെ വേറെ വഴിയില്ല. ദേ സച്ചിൻ, എനിക്ക് നിന്നെ ആ വിധത്തിൽ കാണാനാവില്ല എന്ന് 1000 വട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത്തരം കാര്യം പറയുന്ന നിന്നെ എനിക്കിപ്പോൾ വെറുപ്പാ. അതുകൊണ്ട് തന്നെ ഇനി നിന്നെ ഒരനിയനായും കാണാൻ എനിക്കാവില്ല. അത്രയ്ക്കും വെറുപ്പാ. ചേച്ചി പെണ്ണേ, ഞാൻ നിന്നെ സ്നേഹിച്ചു പോയടി. നീ ഇല്ലാതെ എനിക്കിനി ജീവിക്കാനാവില്ല. വേണ്ടടാ, ജീവിക്കണ്ട, നീ പോയി മരിക്കും. അതും പറഞ്ഞവൾ കൈ ആഞ്ഞു വീശി അവൻ്റെ കവിളത്ത് നല്ല പൊട്ടീര് വെച്ചു കൊടുത്തു. ചേച്ചി പെണ്ണ് എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ, എന്നാലും എൻ്റെ പ്രണയം സത്യമാണ്. അവൻ മുഖം അനക്കിയതേയില്ല. അത് കേട്ടപ്പോൾ അവൻ്റെ നിലപാട് കണ്ടപ്പോൾ അവൾക്ക് കലി കയറി. പിന്നെ അവൾ അവനെ പൊതിരെ തല്ലി. ഞാൻ നിന്റെ ചേച്ചിയാടാ, നിന്റെ ചേച്ചി. അവളും കരഞ്ഞുകൊണ്ട് അവനെ സ്വബോധം നഷ്ടപ്പെട്ടവളെ പോലെ തലങ്ങനെയും വിലങ്ങനെയും തല്ലി. എല്ലാ തല്ലും കൊണ്ടിട്ടും സച്ചിൻ ചേച്ചി പെണ്ണെ, എനിക്കാവില്ല നീയില്ലാതെ ജീവിക്കാൻ. ഞാൻ നിന്നെ കിട്ടിയില്ലെങ്കിൽ ചാവും എന്ന് വിളിച്ചു പറഞ്ഞ് കണ്ണീരൊഴുകി. ചാവട, പോയി ചാവ്. അവൻ്റെ സ്നേഹത്തെ അവൾ ധാർഷ്ട്യമായാണ് കണ്ടത്. ആ സമയം മാധവി ബസ് അവൾക്ക് മുന്നിലൂടെ കടന്നുപോയി. ജാൻവിയുടെ തല്ലിനേക്കാൾ ഏറെ വേദനിപ്പിച്ചത് സച്ചിൻ്റെ ചെവിയിൽ ചാവട, പോയി ചാവ് എന്ന് തൻ്റെ പ്രണയിനി ചേച്ചിപ്പെണ്ണിൻ്റെ വാക്കുകളായിരുന്നു. അവൻ പെട്ടെന്ന് സൈക്കിൾ എടുത്ത് മാധവി ബസിൻ്റെ പിറകെ കുതിച്ചു. എടാ സച്ചി, നിൽക്ക്! അവൾ അവൻ്റെ പോക്ക് കണ്ട് നിലവിളിച്ചു പറഞ്ഞു. അവൻ അതൊന്നും കൂട്ടാക്കാതെ സൈക്കിളും ചവിട്ടി ആ ബസ്സിനെ പിന്തുടർന്നു. ഗട്ടറൊക്കെ വെട്ടിച്ച് ഇഴഞ്ഞു പോവുകയായിരുന്ന മാധവി ബസിൻ്റെ മുന്നിൽ ചെന്ന് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. ബസ് ഡ്രൈവർ അത് പ്രതീക്ഷിച്ചില്ല. മുന്നോട്ട് പോകുകയായിരുന്ന ബസ് സച്ചിനെ തട്ടിത്തെറിപ്പിച്ചു. സച്ചിൻ നടു റോഡിൽ തെറിച്ചു വീണു. സച്ചിനെ ബസ് അടിച്ചിട്ടത് കണ്ട് നാട്ടുകാരെല്ലാം ഓടിക്കൂടി. ബസ്സിൻ്റെ വേഗത വളരെ കുറവായതിനാൽ സൈക്കിളിനെ തട്ടിയപ്പോൾ തന്നെ സച്ചിൻ സൈക്കിൾ അടക്കം റോഡ് വക്കിലെ പുല്ലിലേക്ക് മറിഞ്ഞു വീണിരുന്നു. വീണുകിടക്കുന്ന സച്ചിൻ ചാടി എണീറ്റു. കൈയിന് പരിക്കേറ്റതല്ലാതെ വേറൊന്നും സംഭവിച്ചില്ല. ഭാഗ്യം. ഇതെല്ലാം കണ്ട് പേടിച്ചരണ്ടു നിൽക്കുകയായിരുന്നു ജാൻവി. അവൾക്ക് ശ്വാസം നേരെ വീണു. ചിലർ ചേർന്ന് സച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ദുഃഖത്തോടെ ജാൻവി വീട്ടിലേക്ക് പോയി. നാട്ടുകാർക്ക് അതൊരു ആത്മഹത്യാശ്രമമായിരുന്നു എന്നറിയാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ ജാൻവി വീടിൻ്റെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. സച്ചിൻ അവൻ്റെ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നും പ്ലാസ്റ്റർ ഇട്ട കൈയുമായി അവളെ വിളിച്ചു. ആ അവസ്ഥയിൽ അവനെ കണ്ടപ്പോൾ അവൾക്ക് വല്ലായിക തോന്നി. തനിക്ക് വേണ്ടി മരിക്കാൻ പോയവനാ അവൻ. സൈക്കിളുമായി ഓടുമ്പോൾ താൻ വിളിക്കാത്ത ദൈവങ്ങളില്ല. അതാണ് ഇത്ര കൊണ്ട് തീർന്നത്. വലുതെന്തോ വരാനിരുന്നതായിരുന്നു. ജാൻവിക്ക് കണ്ണിൽ കണ്ണുനീർ നിറയുന്നു. അവൾ അത് തുടയ്ക്കുന്നത് സച്ചിൻ കണ്ടു. അവൻ ആ ഒടിഞ്ഞ കൈയിൽ ചുംബിച്ചു കാണിച്ചു. ഡോൺ വെറി, എൻ്റെ ഒരു കൈയൊടിയുമ്പോൾ ചേച്ചിപ്പെണ്ണിൻ്റെ സ്നേഹം ഇത്രയധികം തിരിച്ചു കിട്ടുമ്പോൾ എനിക്ക് ശരീരം മുഴുവനും ഒടിവായി അനങ്ങാൻ പറ്റാണ്ടായാൽ എന്തുമാത്രം സ്നേഹം തരും എന്നർത്ഥത്തിൽ അവളെ നോക്കി ആശ്വസിപ്പിച്ച് തലയാട്ടി പുഞ്ചിരിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു കാണും. ഇതിനിടെ ജാൻവിക്ക് നല്ലൊരു വിവാഹാലോചന വന്നു. എപ്പോഴും പഠിക്കട്ടെ എന്ന് പറഞ്ഞിരുന്ന അവൾ ആ വിവാഹത്തിന് സമ്മതിച്ചത് വീട്ടുകാരെ അത്ഭുതപ്പെടുത്തി. താൻ കെട്ടിപ്പോയി കഴിഞ്ഞാൽ സച്ചിൻ പിന്നെ തന്നെ സ്നേഹിക്കില്ല. തന്നെ നിരന്തരം ഇവിടെ കാണുന്നത് കൊണ്ടാണ് അവൻ്റെ മനസ്സിൽ എന്നും താൻ അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. കെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തന്നെ അവൻ മറന്നുകൊള്ളും. മാത്രമല്ല, അവനിൽ നിന്ന് തന്നെ രക്ഷിക്കാനും തന്നിൽ നിന്ന് അവനെയും രക്ഷിക്കാനും ഇതേ വഴിയുള്ളൂ. വിവാഹം കഴിഞ്ഞ് ദൂരെ പോവുക. അടുത്ത മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു. തൻ്റെ തൊട്ടയൽപ്പക്കത്തുള്ള പ്രാണപ്രണയിനി ചേച്ചിപ്പെണ്ണ് മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വേറൊരു വിവാഹത്തിന് ഒരുങ്ങുന്നു എന്ന വാർത്ത അവൻ അതീവ വിഷമമുണ്ടാക്കുന്നതായിരുന്നു. വിവാഹത്തലേന്ന് സച്ചിൻ വിഷം കഴിച്ചു. അവനെയും കൊണ്ട് ആംബുലൻസ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇനി സ്വസ്ഥമായ ഒരു വിവാഹ ജീവിതം സാധ്യമല്ലെന്ന് ജാൻവിക്ക് തോന്നി. ആരും കാണാതെ അവൾ ഒരു കൊച്ചു ബാഗിൽ അത്യാവശ്യം വേണ്ടുന്ന വസ്ത്രങ്ങളും മറ്റും എടുത്ത് ആ വീട് വിട്ടിറങ്ങി. റെയിൽവേ സ്റ്റേഷനിലെത്തിയ അവൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയാതെ കുഴങ്ങി. അപ്പോഴാണ് പ്ലാറ്റ്ഫോമിലെ ഒരു ബെഞ്ചിൽ ഒരു സന്യാസിയമ്മ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ വന്നു നിന്ന വണ്ടിയിൽ അവർ അവളെയും കൊണ്ട് യാത്രയായി. ജാൻവി വീട് വിട്ടുപോയ വിവരം മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചു. സംഭവങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ മനസ്സിലാക്കിയ പോലീസ് തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി പലരെയും ചോദ്യം ചെയ്യുകയും ജാൻവിക്ക് വേണ്ടി പലയിടത്തും തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു.
ജാൻവി പോകാൻ സാധ്യതയുള്ള പല സ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചു. അപകടനില തരണം ചെയ്ത സച്ചിന്റെ ബോധം തെളിഞ്ഞു. പോലീസുകാർ ഹോസ്പിറ്റലിൽ ചെന്ന് സച്ചിന്റെ മൊഴിയെടുത്തു. സച്ചിന്റെ വീട്ടുകാരെയും ചോദ്യം ചെയ്യപ്പെട്ടു. ഒരു തമാശ പോലെ സുഹൃത്തുക്കളും വീട്ടുകാരും തള്ളിക്കളഞ്ഞ സച്ചിന്റെയും ജാൻവിയുടെയും പ്രണയം ഇത്രമാത്രം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് അവരാരും കരുതിയില്ല. ഇത്തരം വാർത്ത നാട്ടുകാർക്ക് അതിലേറെ അത്ഭുതമായി. ജാൻവിയുടെ വിവാഹത്തലേന്നുള്ള യാത്ര ചെറുക്കൻ്റെ ആൾക്കാരെയും അങ്ങേയറ്റം നാണം കെടുത്തി. പക്ഷെ അവർ അതേ മുഹൂർത്തത്തിൽ ചെക്കന് വേറൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് കെട്ടിച്ചുവിട്ടു. ജാൻവിയുടെ ബന്ധുക്കളും നിരാശയിലാണ്. സച്ചിന്റെ ആത്മഹത്യാശ്രമവും ജാൻവിയുടെ തിരോധാനവും സച്ചിന്റെ വീട്ടുകാരിലും പരിഭ്രാന്തി പരത്തി. പരസ്പരം പഴിചാരിയും തമ്മിൽ കുറ്റം പറഞ്ഞും ഇരു വീട്ടുകാരും തമ്മിൽ കശപിശയായി. ആ വാർത്ത നാട് നീളെ പരന്നു. ദിവസങ്ങൾ 1-2 കഴിഞ്ഞു. ആശുപത്രി ബെഡിൽ വെച്ച് സച്ചിൻ ആ ഞെട്ടിക്കുന്ന സത്യമറിഞ്ഞു. പോലീസ് വന്നു പോയപ്പോൾ പോലും ആരോഗ്യസ്ഥിതി മോശമായതിനാൽ അറിയിക്കാതിരുന്ന ആ വാർത്ത അവനറിഞ്ഞു. ചേച്ചിപ്പെണ്ണിൻ്റെ കല്യാണം നടന്നില്ല. തൻ്റെ ഈ പ്രവൃത്തി കാരണം നാണക്കേട് സഹിക്കാനാവാതെ ചേച്ചിപ്പെണ്ണ് വിവാഹത്തലേന്ന് എങ്ങോട്ടെന്നില്ലാതെ വീട് വിട്ടു പോയത്രേ. അത് കേട്ടതോടെ പിന്നെ അവൻ ഹോസ്പിറ്റലിൽ നിന്നില്ല. വീട്ടിൽ പോകാൻ വാശി പിടിച്ചു. ഇപ്പോൾ മറ്റു ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടുകാർ അവനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ അവൻ ആ വീട്ടിൽ നിന്നില്ല. മാതാപിതാക്കളുടെ കണ്ണു വെട്ടിച്ച് അവൻ ചേച്ചി പെണ്ണിനെ അന്വേഷിച്ചിറങ്ങി. സച്ചിൻ നേരെ ചെന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. SI അവന് പറയാനുള്ളത് മുഴുവനും പുഞ്ചിരിയോടെ കേട്ടു. നീ വീട്ടിലോട്ട് ചെല്ല്, അവൾ ഇപ്പോൾ വരുവടാ. SI അവനെ ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു. റെയിൽവേ സ്റ്റേഷൻ CCTV പരിശോധിച്ച പോലീസ് ഒരു ആശ്രമ വനിതയോടൊപ്പം ജാൻവി വണ്ടി കയറി പോകുന്നത് കണ്ടെത്തിയിരുന്നു. യൂണിഫോമിലല്ലാതെ ആശ്രമത്തിലെത്തിയ പോലീസ് ജാൻവിയെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. കുട്ടി നമ്മുടെ കൂടെ വരണം. നീ കരുതുന്നത് പോലെ സച്ചിന് അപകടമൊന്നുമില്ല. സച്ചിനൊന്നും സംഭവിച്ചില്ലെന്നറിഞ്ഞ ജാൻവിക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായി. എനിക്കിപ്പോൾ എൻ്റെ സച്ചിനെ കാണണം. ഇനി എനിക്കെൻ്റെ സച്ചിനെ വേണം. ഇനിയും അവനെ കൊലയ്ക്ക് കൊടുക്കാൻ ഞാനില്ല. അവളുടെ തീരുമാനം അതായിരുന്നു. അവൾ പോലീസിനൊപ്പം നാട്ടിലെത്തി. വീട്ടിലെത്തിയ അവളുടെ തീരുമാനം മാതാപിതാക്കളെ അറിയിച്ചു. അവരും ആഗ്രഹിച്ചത് അതായിരുന്നു. പ്രേമത്തിന് ജാതിയോ മതമോ പണമോ സൗന്ദര്യമോ പ്രായമോ ഒന്നും തന്നെ ബാധകമല്ല. അത് 2 ആത്മാക്കൾ തമ്മിലുള്ള സംഗമമാണ്. മകൻ ജീവിച്ചു കാണാനുള്ള ആഗ്രഹം കൊണ്ട് സച്ചിന്റെ മാതാപിതാക്കളും അവർ തമ്മിൽ ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിച്ചു. ഒരു ശുഭമുഹൂർത്തത്തിൽ കുറച്ചാൾക്കാരെ കൂട്ടി അവരെ തമ്മിൽ ചേർത്ത് വെച്ചു. ജാൻവി ഇങ്ങ് വന്നേടി. ജാൻവിയോ? അവൾ അതിശയിച്ചു. ആ ആദ്യരാത്രി സച്ചിന്റെ നാവിൽ നിന്നും ചേച്ചി പെണ്ണ് എങ്ങോ ഓടി ഒളിച്ചു. ഇപ്പോൾ അവൾ അവന് വെറും ജാൻവിയാണ്. അതെ, ജാൻവിക്കും കുറേ വയസ്സ് കുറഞ്ഞതുപോലെ, സച്ചിൻ തന്നെക്കാൾ മുതിർന്ന പോലെ. ഈ മാനസികാവസ്ഥയിലേക്ക് എന്നെ എത്തിച്ച നിന്നെ സമ്മതിക്കണം എന്ന് പറഞ്ഞവൾ വികാരവായ്പോടെ സച്ചിനെ കെട്ടിപ്പിടിച്ചു. സച്ചിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.